ദി 48 ലോസ് ഓഫ് പവർ റിലേ. നാലാമത്തെ നിയമം, ആവശ്യമുള്ളതിനേക്കാൾ കുറച്ച് മാത്രം സംസാരിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ ഈ പുസ്തകത്തിലെ തന്ത്രങ്ങൾ ഉപയോഗിച്ചേക്കാം. അവരുടെ ഓരോ നീക്കവും ശ്രദ്ധിക്കുക. അധികാരത്തിന്റെ ഈ നിയമങ്ങൾ നിങ്ങളെ ഉയർന്ന സ്ഥാനങ്ങളിലെത്തിച്ചേക്കാം, എന്നാൽ അത് നിങ്ങളുടെ സൗഹൃദങ്ങളെയും സമാധാനത്തെയും നഷ്ടപ്പെടുത്തിയേക്കാം. ആയതിനാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന നഷ്ടങ്ങൾക്ക് ഞങ്ങൾ ഒട്ടും ഉത്തരവാദികളായിരിക്കില്ല. ഈ നിയമം പറയുന്നത്, നിങ്ങൾ എത്രത്തോളം കുറച്ച് സംസാരിക്കുന്നുവോ അത്രത്തോളം ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആകാംക്ഷയുണ്ടാകും എന്നാണ്. Kindly നിങ്ങളുടെ subscribe. വാക്കുകൾക്ക് കൂടുതൽ ശക്തിയും മൂല്യവും ലഭിക്കും. നിങ്ങൾ കൂടുതൽ സംസാരിക്കുമ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കാനും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വെളിപ്പെടാനും നിങ്ങൾ സാധാരണക്കാരനാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യമായത്ര മാത്രം സംസാരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ സംക്ഷിപ്തവും കൃത്യവുമായിരിക്കണം. ആളുകൾക്ക് നിങ്ങളെക്കുറിച്ച് ഊഹിക്കാനുള്ള അവസരം നൽകുക. ഇത് നിങ്ങളെ കൂടുതൽ രഹസ്യമുള്ളതും ആകർഷകവുമാക്കി മാറ്റും. ഒരു ഉദാഹരണം, ഒരു പുതിയ ബിസിനസ് പ്രോജക്റ്റിന്റെ അവതരണം നടക്കുകയാണ്. നിങ്ങളുടെ ടീമംഗം എല്ലാ ചെറിയ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം, എന്തുകൊണ്ട് ചെയ്യണം എന്നെല്ലാം വിശദമായി സംസാരിക്കുന്നു. എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഊഴം വരുമ്പോൾ പ്രോജക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം മാത്രം 2 വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നു. ഈ പ്രോജക്റ്റിന്റെ പ്രധാന ലക്ഷ്യം നമ്മുടെ വിപണിയിലെ സ്ഥാനം ശക്തിപ്പെടുത്തുക എന്നതാണ്. ഇതിനായി നമ്മൾ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കണം. നിങ്ങളുടെ ഈ സംക്ഷിപ്തവും വ്യക്തവുമായ അഭിപ്രായം എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. നിങ്ങളുടെ വാക്കുകൾക്ക് നിങ്ങളുടെ സഹപ്രവർത്തകന്റെ വാക്കുകളേക്കാൾ കൂടുതൽ ഭാരം ഉണ്ടെന്ന് അവർക്ക് തോന്നുന്നു. നിങ്ങളുടെ സംസാരത്തിലെ ഈ മിതത്വം, നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ ഒരാളാണെന്നും നിങ്ങളുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും അവർക്ക് ഒരു ധാരണ നൽകുന്നു. ഈ സാഹചര്യത്തിൽ കുറച്ചുമാത്രം സംസാരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അധികാരവും സ്വാധീനവും ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചില ഉദാഹരണങ്ങൾ. 1. സിനിമ, മമ്മൂട്ടിയുടെ കഥാപാത്രങ്ങൾ. ചില സിനിമകളിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ അധികം സംഭാഷണങ്ങളില്ലാത്തവയാണ്. ബിഗ് ബി എന്ന ചിത്രത്തിലെ ബിലാൽ ജോൺ കുരിശിങ്കൽ എന്ന കഥാപാത്രം Kindly ഇതിന് subscribe. മികച്ച ഉദാഹരണമാണ്. ബിലാൽ സംസാരിക്കുന്നത് വളരെ കുറച്ചാണ്, പക്ഷേ അയാൾ സംസാരിക്കുമ്പോൾ ഓരോ വാക്കിനും വലിയ ഭാരമുണ്ടാകും. ബിലാലിന്റെ ഈ മൗനം അയാളെ കൂടുതൽ ശക്തനും ഭയപ്പെടുത്തുന്നവനുമാക്കി മാറ്റുന്നു. പ്രേക്ഷകരുടെ മനസ്സിൽ അയാളെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിക്കാൻ ഈ മിതത്വം സഹായിക്കുന്നു. 2. ചരിത്രം, ചാണക്യൻ. മൗര്യ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പ്രധാന ഉപദേശകനായിരുന്നു ചാണക്യൻ. അദ്ദേഹം ഒരിക്കലും കാര്യങ്ങൾ തുറന്നു പറയാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. തന്റെ തന്ത്രങ്ങൾ, ശത്രുക്കളെ എങ്ങനെ പരാജയപ്പെടുത്തണം എന്നതിനെക്കുറിച്ചുള്ള ഉപദേശങ്ങൾ എന്നിവ ചന്ദ്രഗുപ്തനുമായി രഹസ്യമായി പങ്കുവച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഈ സംസാരത്തിലെ മിതത്വം ശത്രുക്കളെ ആശയക്കുഴപ്പത്തിലാക്കുകയും തന്റെ നീക്കങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കുന്നതിൽ നിന്ന് അവരെ തടയുകയും ചെയ്തു. 3. സിനിമ, ഗോഡ്ഫാദർ. ദി ഗോഡ്ഫാദർ എന്ന സിനിമയിലെ ഡോൺ കൊർലിയോൺ എന്ന കഥാപാത്രം ഒരു മാഫിയ തലവനാണ്. തന്റെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ അയാൾക്ക് നീണ്ട പ്രസംഗങ്ങളുടെ ആവശ്യമില്ല. ഒറ്റനോട്ടം കൊണ്ടോ വളരെ കുറഞ്ഞ വാക്കുകൾ കൊണ്ടോ അയാൾ തന്റെ അധികാരം സ്ഥാപിക്കുന്നു. അയാളുടെ മൗനം തന്നെ എതിരാളികൾക്ക് ഒരു ഭീഷണിയാണ്. ആ ഭീഷണിക്ക് വലിയ ശക്തിയുണ്ടാകും. 4. ചരിത്രം, മഹാത്മാഗാന്ധി. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഗാന്ധിജി ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ മൗനവും ഉപവാസങ്ങളും അദ്ദേഹത്തിന്റെ വാക്കുകളേക്കാൾ ശക്തിയുള്ള subscribe. സമരമുറകളായി മാറി. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ മൗനവ്രതം അനുഷ്ഠിച്ചപ്പോൾ ആ മൗനം ആയിരക്കണക്കിന് ആളുകളെ അദ്ദേഹത്തോടൊപ്പം അണിനിരത്താൻ സഹായിച്ചു. വാക്കുകൾക്ക് പകരം പ്രവൃത്തികളിലൂടെയും മൗനത്തിലൂടെയും അദ്ദേഹം തന്റെ ആശയങ്ങൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചു. 5. പ്രകൃതി കഥ, ഒരു പഴയ മരം. ഒരു വനത്തിൽ നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ഒരു കൂറ്റൻ മരമുണ്ട്. കാറ്റടിക്കുമ്പോൾ ഇലകൾ അനങ്ങുന്നു എന്നതല്ലാതെ അത് ഒന്നിനോട്ടും സംസാരിക്കുന്നില്ല. എന്നിട്ടും അതിന്റെ തണലിൽ ഒരുപാട് ജീവികൾക്ക് അഭയം ലഭിക്കുന്നു. അതിന്റെ വേരുകൾ മണ്ണിനെ താങ്ങി നിർത്തുന്നു. ആ മരത്തിന്റെ നിശബ്ദമായ സാന്നിധ്യം തന്നെ വനത്തിന്റെ ശക്തിയുടെയും പഴക്കത്തിന്റെയും പ്രതീകമാണ്. അതിന്റെ മൗനമാണ് അതിന്റെ ശക്തി. 6. ചരിത്രം, ഇന്ദിരാഗാന്ധി. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ദിരാഗാന്ധി എന്നും ഒരു ശക്തമായ വ്യക്തിത്വമായിരുന്നു. തന്റെ മന്ത്രിസഭായോഗങ്ങളിൽ അവർ അധികം സംസാരിക്കാറില്ലായിരുന്നു. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ശ്രദ്ധയോടെ കേട്ട ശേഷം ചിലപ്പോൾ ഒരു വാക്കോ ഒരു ചെറു പ്രസ്താവനയോ മാത്രം പറയും. ഈ രീതി തനിക്ക് എല്ലാം അറിയാമെന്നും താൻ പറയുന്നത് മാത്രമാണ് ശരിയായ വഴി എന്നും മറ്റുള്ളവർക്ക് തോന്നിപ്പിച്ചു. 7. സിനിമ, ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ കഥാപാത്രങ്ങൾ. ക്ലിന്റ് ഈസ്റ്റ്വുഡ് അവതരിപ്പിച്ച പല കഥാപാത്രങ്ങളും കുറഞ്ഞ വാക്കുകൾ മാത്രം ഉപയോഗിക്കുന്നവരാണ്. ഗുഡ്, ദി ബാഡ് ആൻഡ് ദി അഗ്ലി എന്ന ചിത്രത്തിലെ കഥാപാത്രം ഇതിന് ഉദാഹരണമാണ്. അയാളുടെ നോട്ടവും മുഖഭാവവും
ചിലപ്പോൾ ഒരൊറ്റ വാക്കും ഒരു നീണ്ട സംഭാഷണത്തേക്കാൾ കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കും. ഇത് അയാളുടെ വ്യക്തിത്വത്തിന് ഒരു നിഗൂഢത നൽകുന്നു. 8. ചരിത്രം. നെപ്പോളിയൻ ബോണപാർട്ട് ഒരു മികച്ച സൈന്യാധിപനായിരുന്നു. സൈനികരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വളരെ ചുരുങ്ങിയ വാക്കുകൾ മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. വ്യക്തവും ലളിതവുമായ കൽപ്പനകളിലൂടെ അദ്ദേഹം തന്റെ സൈന്യത്തെ നിയന്ത്രിച്ചു. ഈ മിതത്വം ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കുകയും ഓരോ ഉത്തരവിനും സൈനികർക്കിടയിൽ വലിയ പ്രാധാന്യം നൽകുകയും ചെയ്തു. 9. പ്രകൃതി കഥ. ഒരു തവളയുടെ മൗനം. ഒരു പുഴയുടെ അരികിൽ ഇരയെ കാത്തിരിക്കുന്ന ഒരു തവള. അത് ശബ്ദമുണ്ടാക്കാറില്ല, വളരെ നിശബ്ദമായി ഇരിക്കും. അതിന്റെ ചുറ്റുപാടുകളെക്കുറിച്ച് അതിന് പൂർണ്ണമായി അറിയാം. ആ മൗനം അതിന്റെ ശ്രദ്ധയുടെയും ഇരയെ പിടിക്കാനുള്ള തന്ത്രത്തിന്റെയും സൂചനയാണ്. ഇര അടുത്ത് വരുമ്പോൾ മാത്രം അത് വേഗത്തിൽ പ്രതികരിക്കുന്നു. 10. ചരിത്രം. സർ വിൻസ്റ്റൺ ചർച്ചിൽ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ചർച്ചിൽ മികച്ച പ്രസംഗകനായിരുന്നു. എന്നാൽ പലപ്പോഴും അദ്ദേഹം നിർണായക തീരുമാനങ്ങൾ എടുത്തിരുന്നത് വളരെ കുറഞ്ഞ വാക്കുകളിലൂടെ.